ബാർഗെയിൻ ബാർഗെയിൻ ബാർഗെയിൻ. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ചിക്പേട്ട് മെട്രോ സ്റ്റേഷന് മുമ്പിലാണ്. ഈ വീക്കെൻഡ് നമ്മൾ ബാംഗ്ലൂരിലെ ചോർ ബസാർ അല്ലെങ്കിൽ സൺഡേ ബസാർ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. കണ്ടില്ല, എവിടെ നോക്കിയാലും ബാർഗെയിനിങ് ആണ്. ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്നതാണ്. പക്ഷേ ക്വാളിറ്റി 60 to 70% ആണ്. അടുത്ത സെക്ഷൻ വന്നിട്ട് നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട്. കണ്ടിട്ട് പാത്രങ്ങളെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള മിക്സികളും ഒരുപാട് തന്നെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡഡ് സാധനങ്ങൾ, ബ്രാൻഡഡ് ക്ലോത്ത്, അതുപോലെ തന്നെ ബ്രാൻഡഡ് ഷൂ, ഇതെല്ലാം തന്നെ ചെറിയ ചെറിയ ഡാമേജുകളായിട്ടുള്ള റിജക്റ്റഡ് ഐറ്റംസുകളും ഇവിടെ ഒരുപാട് വില കുറച്ച് വിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജിംനേഷ്യത്തിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ ഇവിടെ വില കുറച്ച് വിൽക്കുന്നുണ്ട്. സാധാരണ വീക്ക് ഡേയ്സിൽ തുറക്കുന്ന ഷോപ്പുകളെല്ലാം തന്നെ സൺഡേയിൽ ക്ലോസ് ആയിരിക്കും. ഇതുപോലെ ക്ലോസ് ആയിട്ടുള്ള ഷോപ്പുകളുടെ മുൻപിലാണ് സൺഡേ മാർക്കറ്റ് ഷോപ്പിംഗ് നടക്കുന്നത്. വീഡിയോ കാണുന്നതോടൊപ്പം ഞങ്ങളുടെ ചാനൽ ബൈറ്റ് ആൻഡ് സൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ಆ ಗ್ರೇ ಕಲರ್ ಎಷ್ಟು ಇದೆ? ಎಷ್ಟು ഹോസുണ്ടോ? പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സുകളും അതുപോലെ തന്നെ സൺഗ്ലാസുകളെല്ലാം തന്നെ വിലക്കുറവിൽ വിൽക്കുന്നുണ്ട്. പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോക്കറ്റ് അടിക്കാരുടെ ശല്യം വളരെ കൂടുതലാണ്. നമ്മുടെ മൊബൈലും പേഴ്സും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ജാക്കറ്റുകളൊക്കെ നമുക്ക് വളരെ വിലക്കുറവിൽ ഇവിടെ നിന്നും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. भैया 180 सर 130 इसका. പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള യൂസ്ഡ് ബാഗുകളും അവൈലബിൾ ആണ്. കൂടാതെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എല്ലാം തന്നെ യൂസ്ഡ് അവൈലബിൾ ആണ്. പിന്നെ യൂസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ഐറ്റംസ്, കുക്കർ, പാത്രങ്ങളെല്ലാം തന്നെ എക്സ്ചേഞ്ച് മേളകളിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്തിട്ട് അത് പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുമുണ്ട്.
നമ്മുടെ നാട്ടിൽ നിന്നും അനാഥാലയങ്ങളിലേക്കും പ്രളയം എന്നൊക്കെ പറഞ്ഞ് പഴയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്ന എല്ലാം തന്നെ വീണ്ടും ഡ്രൈ ക്ലീൻ ചെയ്ത് വിൽക്കുന്ന പരിപാടിയും ഇവിടെയുണ്ട്. ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്നും വാങ്ങാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ വർക്ക് ചെയ്യിച്ച് നോക്കുവാനുള്ളൊരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തി സാധനങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ പൈസ നഷ്ടമാകും. ഈ സൺഡേ മാർക്കറ്റിന് ചോർ ബസാർ എന്ന് പേര് വരാനുള്ള കാരണം നമ്മുടെ പള്ളികളിൽ നിന്നും അതുപോലെ തന്നെ അമ്പലങ്ങളിൽ നിന്നൊക്കെയുള്ള അടിച്ചു മാറ്റിയ ഷൂകളും ചെരുപ്പുകളെല്ലാം തന്നെ ഇവിടെ കൊടുന്ന് ക്ലീൻ ചെയ്ത് വിൽക്കുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് ചോർ ബസാർ എന്ന് പേര് വരാനുള്ള കാരണം. എന്നാൽ പഴയ സാധനങ്ങൾ മാത്രമല്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വില കുറച്ച് നമുക്ക് ബാർഗെയിൻ ചെയ്ത് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഈ കാണുന്ന തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് സെക്കൻഡ് വാങ്ങിച്ചാലും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലത്തെ ജിംനേഷ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ടൂൾസുകൾ എല്ലാം തന്നെ നമുക്ക് സെക്കൻഡ് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ലാപ്ടോപ്പുകളും മോണിറ്ററുകളെല്ലാം തന്നെ 100-200 രൂപയ്ക്ക് നമുക്ക് പഴയത് വാങ്ങിക്കാവുന്നതാണ്. പക്ഷേ വീട്ടിൽ കൊണ്ടുപോയാൽ വർക്ക് ചെയ്യുമോ എന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഈ കാണുന്ന കൂട്ടത്തിൽ നിന്നും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വളരെ വില കുറച്ച് ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാവുന്നതാണ്. ഈ കാണുന്ന യൂസ്ഡ് പാത്രങ്ങളും സ്പൂണുകളെല്ലാം തന്നെ ഹോട്ടലിൽ ഉപയോഗിച്ച് ഒഴിവാക്കിയവ വീണ്ടും പോളിഷ് ചെയ്ത് വിൽക്കുന്നതാണ്.